പുസ്തകത്തില് ആടുകളോട് യാത്ര പറയുന്നു എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആണോ? ഓക്കെ. ഓക്കെ. പക്ഷെങ്കില് വെരി ഈ ഗുഡ്. എഴുതി വെക്കാം, എന്തും എഴുതി വെക്കാൻ പറ്റും. പക്ഷെ അതെങ്ങനെ ആടുകളെ കൊണ്ട് ബിഹേവ് ചെയ്യിക്കും? ബിക്കോസ് ലോകത്തിലെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അനുസരണയില്ലാത്തൊരു സാധനം ഈ ആടാണെന്ന് തോന്നുന്നു. ഒട്ടും തലച്ചോറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. Let's say I saw the movie. I really liked Adi Jeevitham. I thought I found it a very disturbing watch. Can I just tell you? In Tiruchi Vanittu, I could not. I don't know. It just felt sad because you're from this region. You know there are many people like that who come here clueless, and then later. For you, how difficult was it? How emotionally draining was it for you, Blessy, to make this movie? 2009-ലാണ് ഞാൻ ഈ ആടുജീവിതം എന്ന നോവല് വായിക്കുന്നത്. Mm, ആക്ച്വലി ഈ അത് ആദ്യ വായനയിൽ തന്നെ ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് അതിനെ വിഷ്വലൈസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഞാൻ വായിക്കുന്നത്. പക്ഷെങ്കിൽ എൻ്റെ ഡിഫിക്കൽട്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ വൺസ് അത് സിനിമയാക്കാം എന്ന് വിചാരിച്ചപ്പോൾ മുതൽ എൻ്റെ അത് ഓരോ സ്റ്റേജസ് ആണ്. ബിക്കോസ് ഒരു ഇത്രയധികം വായിച്ച ഒരു നോവൽ, ഇത്രയധികം വായിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയധികം ആൾക്കാരുടെ ഉള്ളിൽ ഇമേജുകൾ വളർന്നിട്ടുള്ള ഒരു നോവൽ മലയാള സാഹിത്യത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല. അപ്പം ഈ ഏതാണ്ട് ഒരു 250 എഡിഷൻ പുസ്തകം വിറ്റഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലക്ഷങ്ങൾ ആൾക്കാരുടെ മനസ്സിൽ ഒരു സിനിമയുണ്ടെന്നുള്ളതാണ്, mm, ഒരു വിഷ്വൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയോ ഇതിനേക്കാൾ മെച്ചപ്പെട്ട തരത്തിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കുകയോ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രിട്ടിക്കലാണ്. കാരണം ഇത്രയധികം ആൾക്കാരെ ോടൊപ്പം അവരുടെ ബിംബങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടാകുക എന്നുള്ളത്. ഒപ്പം തന്നെ ഒരു പുസ്തക രചനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. mm, കാരണം ഇത് ഭാവനയിൽ എഴുതി വെച്ചാൽ മതി, അത് സൃഷ്ടിക്കപ്പെടണ്ട. അപ്പം അതുകൊണ്ട് തന്നെ VFX-ന്റെ ഒരു സപ്പോർട്ട് വേണ്ട. യാതൊരു അത് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഓരോന്നും പാമ്പുകൾ എഴഞ്ഞു നടക്കുന്നു, ശരീരത്തോടെ കയറുന്നു, ഇതൊന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചുള്ള പാമ്പിനെ നമ്മളെ മനസ്സിൽ കണ്ടോളൂ. uh, ഒരു സൈഡ് വൈൻഡർ ആണ്, മരുഭൂമിയിലെ പാമ്പുകൾ ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് പറയണ്ട. അതിനേക്കാൾ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടുകൾ എന്ന് പറയുമ്പോൾ ചെമ്മരിയാടുകൾ എന്ന് എഴുതിയാൽ മതി. പക്ഷെങ്കിൽ ഈ ചെമ്മരിയാടുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അത് പലതരത്തിലുള്ള ഫാമിലിയിൽപ്പെട്ടതാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഒരു ഫിലിം മേക്കറാണ്. കാരണം അറേബ്യൻ രാജ്യങ്ങളിൽ കാണുന്ന ആടുകൾ അവാസി എന്ന് പറയുന്ന പ്രത്യേക ജനറിൽപ്പെട്ട ഫാമിലിയിൽപ്പെട്ടതാണ് എന്നുള്ളത് എൻ്റെ റിസർച്ചാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ ഉപരി ഇപ്പൊ ഇതെല്ലാം ഘട്ടം ഘട്ടമാണ്. ഇതൊക്കെ ലേറ്റർ വരുന്ന അവസ്ഥകളാണ്. ഏറ്റവും ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബെന്യാമിൻ നജീബിന്റെ തനിച്ചിരിക്കുമ്പോൾ, ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ അയാളുടെ ആത്മകഥമാണ്, സോളിലോക്കിയിലാണ് അയാൾ കഥ പറയുന്നത്. ഇപ്പൊ നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സോളിലോക്കി പ്രോസസ്സാണ്. ബട്ട് സിനിമയ്ക്ക് അങ്ങനെ ഒരു സോളിലോക്കി പറ്റത്തില്ല. സിനിമയ്ക്ക് യഥാർത്ഥമായി വളരെ കണ്ടിന്യൂറ്റിയോടുകൂടി കാണണം. അപ്പം 43 ചാപ്റ്ററുകളിലായിട്ട് എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു ബൃഹത്തായ സംഭവങ്ങളെ ഒരു 3 മണിക്കൂറിനുള്ളിൽ സിനിമ പറയുക എങ്ങനെ പറയണം എന്നുള്ളതാണ് ആദ്യത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പം ആ ചലഞ്ചിനെയാണ് ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് എന്നിലുണ്ടായ ഏറ്റവും വലിയ ക്രിട്ടിക്കൽ സ്റ്റേജസ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ തീരുമാനിക്കപ്പെടുന്ന, അവിടെ ലോജിക്കുകൾ നമ്മൾ നോക്കണം, കണ്ടിന്യൂറ്റി നോക്കണം. സിനിമയെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂറ്റി അത്യാവശ്യമാണ്. കണ്ടിന്യൂറ്റി നോക്കണം. അപ്പം ഇത്തരം കാര്യം, അപ്പം പുസ്തകത്തിന് ഇതൊന്നും ആവശ്യമില്ല. അപ്പം ഇതിനെ മറികടക്കുക എന്ന് പറയുന്ന, അപ്പം ഒരാളുടെ മാനസികാവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിൽ മറ്റെന്തെങ്കിലും ആവാം. അത് നമ്മളെ ബാധിക്കുന്നില്ല. കാരണം നമ്മളും ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നുണ്ട്. വായനക്കാരൻ അറിയാതെ ഒറ്റ ഇരുപ്പ് വായിച്ചു എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാകുന്ന വേണ്ടിയ ബ്രേക്കുകളും എഡിറ്റോടുകൂടിയാണ് നമ്മൾ ഇതിനെ കൺസീവ് ചെയ്യുന്നത്. അപ്പൊ ഈ മീഡിയകൾ തമ്മിലുള്ള വലിയ ഈ ഡിഫറൻസ് പെട്ടെന്ന് ഇതിനെ അനലൈസ് ചെയ്യുന്നവർക്ക് പോലും മനസ്സിലാകില്ല. അപ്പം ഇതിനെ കവറപ്പ് ചെയ്യുക, എങ്ങനെ ബ്രില്യൻ്റ് ആയിട്ട് കവറപ്പ് ചെയ്യുക, അല്ലെങ്കിൽ
അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡിസിഷൻ തന്നെ ആ. ആടുജീവിതം എന്ന പുസ്തകത്തിനെ അങ്ങനെ പകർത്തുകയല്ല ഞാൻ ഓ. ചെയ്യുന്നത്. ആ. അതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ അല്ല ഞാൻ ചെയ്യുന്നത്. ഇതിന് എനിക്ക് എന്റെ കാഴ്ചപ്പാടുകളുണ്ട്. ആ. ഒരാൾ മരുഭൂമിയിൽ ആകുമ്പോൾ അയാളുടെ അതിജീവനത്തിനെ കുറിച്ചുള്ള ഒരു കഥ പറയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന കാഴ്ചപ്പാട്, അതുകൊണ്ട് തന്നെ പല സീനുകളും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടില്ല. ഉം. എൻ്റെതായിട്ടുള്ള പുതിയ സീനുകൾ ഞാൻ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഉം. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വരുമ്പോഴാണ് സിനിമയ്ക്ക് ഒരു സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രത്യേകിച്ച് നജീബിന്റെ ക്യാരക്ടറൈസേഷൻ, ഉം. നജീബിന്റെ ജീവിതത്തിനോടുള്ള ആർത്തി, അല്ലെ ജീവിതത്തിനോടുള്ള പ്രതീക്ഷ, കുടുംബത്തിനോടുള്ള പ്രതീക്ഷ, അദ്ദേഹത്തിന് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു റിലേഷൻ, അത് എത്ര ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൃഗമായി അല്ലെങ്കിൽ തൻ്റെ ഭാര്യയും ഉമ്മയും ഒക്കെ മറക്കുന്ന ഒരാളായിട്ട് മാറുന്ന ഒരവസ്ഥ റിയലിസ്റ്റിക് അല്ല എന്നുള്ളതാണ് വേണമെങ്കിൽ സത്യം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഒരു റിയലിസ്റ്റിക് നിലപാടുകളിലാണ് ഞാൻ. അപ്പം ഇൻ ദി വെരി ബിഗിനിങ് തൊട്ട് തന്നെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജസ്, ഇതിന്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. പിന്നെ ഒരു പ്രൊഡക്ഷൻ, ഇത് ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയൊരു പ്രൊഡക്ഷൻ, അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഫേസസ് ഉണ്ട്. ലൊക്കേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ലൊക്കേഷൻ ആണ് നമ്മുടെ ഒരു ബഡ്ജറ്റിനെ മെയിനായിട്ട് നമുക്ക് ഇത് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ലൊക്കേഷൻ തേടി പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രാജസ്ഥാനിലെ ഒരു ലൊക്കേഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പിന്നീട് പല ഗൾഫ് കൺട്രികളിൽ ഇതിന് ആ കാലത്ത് ഇതിന് പുസ്തകം എന്നുള്ള രീതിയിൽ ഉണ്ടായ പല അൺനെസസറി എന്ന് വേണമെങ്കിൽ പറയാം, ഒട്ടും സത്യസന്ധമല്ലാത്ത അപവാദങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ സിനിമയായപ്പോൾ ഇതെല്ലാം സെൻസർ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇവിടെ പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുന്ന വലിയ സന്തോഷം എന്ന് പറയുന്നത്. I wanted to ask you also about, let's say, about the casting as well. Why did you choose somebody so, പിന്നെ ഒരു പൃഥ്വിരാജ് പോലത്തെ ഒരു ആക്ടർ? I was very surprised. എന്ന് വെച്ചാൽ most of the time ഇങ്ങനത്തെ actors, they don't first of all give time, they don't have the patience. ഇത് പക്ഷേ in your case you managed to ചൂസ് എ ബാങ്കബിൾ. അങ്ങനെ നമ്മളൊരു സൽമാൻ ഖാനെ ഇങ്ങനത്തെ ഒരു സിനിമയിൽ കാണാത്ത പോലെയല്ലേ സൽമാൻ ഖാനോ ലെറ്റ്സ് സേ ഷാരൂഖ്, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ദ ടൈം. നിങ്ങൾ എന്തുകൊണ്ട് പൃഥ്വിരാജിനെ ചൂസ് ചെയ്തു? ഇത് ഒരു ഞാൻ ഇത് ചൂസ് ചെയ്യുന്നപ്പോൾ രാജു ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണെന്നും കൂടെ ആലോചിക്കണം. ഒന്ന്, ഒപ്പം തന്നെ ഇതിലും കുറച്ചും കൂടെ ചെറുപ്പക്കാരനായിരുന്നു. നമുക്ക് ആദ്യ പോർഷനുകൾ കണ്ടാൽ അറിയാം. അപ്പം ഒരു എനിക്ക് എൻ്റെ അടുത്ത് ആ സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്നതാണ്, ഈ പൃഥ്വിരാജ് ഇങ്ങനെ ഒരു നജീബിനെ പോലെ ഒരു സാധാരണക്കാരനായി ഞാൻ ശരിയാകുമോ, ഒരു മിസ്കാസ്റ്റിംഗ് അല്ലേ, അല്ലെങ്കിൽ ഇത്രയധികം റേഞ്ചിൽ പൃഥ്വിരാജിന് ആ ക്യാരക്ടറിനെ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇപ്പം എപ്പോഴും ഈ ആർട്ടിസ്റ്റുകളെ എങ്ങനെയാണ് അവരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഘടകമാണ്. ഇത് ഈ ചോദിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അഭിനയ സാധ്യതകളെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇവർക്ക് ഇവരെ കുറിച്ച് കൂടുതൽ, അത് പൂർണ്ണമായിട്ട് ഒരു ഡയറക്ടറിന് മാത്രം സിനിമ ചെയ്യുന്നതിന് മുമ്പ്, അഭിനയിക്കുന്നതിന് മുമ്പ് ഉള്ളിലുണ്ടാകുള്ളൂ. അപ്പം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിനു വേണ്ടി തയ്യാറാകുന്ന ഒരാളെന്നുള്ള ഒരു രീതിയാണ് ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഇംപ്രസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം എന്തിനു വേണ്ടി ഒരു ചെറുപ്പക്കാരൻ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ആദ്യത്തെ വെരി ബിഗിനിങ്ങിൽ പോലും ഒരു 5-6 ഷെഡ്യൂളായിട്ടാണ് നമ്മൾ ഈ സിനിമയെ നമ്മൾ കണ്ടിരുന്നത്. അപ്പം അത്തരം സമയം കാണാനായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും കഴിവുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് പൃഥ്വിരാജ്. പിന്നെ സുന്ദരനും വെളുത്ത സുമുഖനും ആരോഗ്യ ദൃഢഗാത്രനുമായ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഇപ്പോഴാണല്ലോ മാറ്റം. അതല്ല അതൊരു വളരെ മെലിച്ച് സാധാരണക്കാരെ പോലെ. അപ്പം
അങ്ങനെ ആ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഇത്രയധികം വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീല് നമുക്കുണ്ടാകും. അതെ. ബ്ലെസി ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറഞ്ഞാല് ലൈക് കാസ്റ്റവേ അങ്ങനത്തെ ഏത് സിനിമ, റെവനന്റ് അതെല്ലാം കാണുമ്പം നമ്മൾ വി ആർ മോർ ബോതർഡ് അബൌട്ട് ദ സർവൈവൽ പാർട്ട്. ഈ ഇമോഷണൽ നുവാൻസ്ഡ് എങ്ങനെയാക്കണം? അത് നിങ്ങൾ വെ യു വറിഡ് ദാറ്റ് അവസാനം ഇറ്റ് ഷുഡന്റ് ബി എ സ്പെക്ടിക്കിൾ. വെറും കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാം യു സീ ദ സഫറിംഗ്, പക്ഷെ ദർ ഇസ് നോ ഇമോഷണൽ റെസൊണൻസ്. Were you worried അങ്ങനെ at some point that it shouldn't be about a survival thriller? It's also about this man like becoming almost a beast or not knowing what's the difference. അപ്പോ നമ്മള് ഓരോരുത്തരുടെ ഒരു ഫിലിം മേക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞാന് ഇങ്ങനെ ഒരു വലിയൊരു ഒരു സ്പെക്ടക്കുലർ ആയിട്ടുള്ള ഒരു സിനിമയാണ് അല്ലെ സർവൈവലിന്റെ ഒരു ഇതാണ് അതിന്റെ ഒരു അങ്ങനെയല്ല നമുക്ക് ഞാൻ സിനിമയെ കാണുന്നത്. ഞാൻ സിനിമയെ കാണുന്നത് എനിക്ക് എന്റെ ഭൂമിക എന്തിനു വേണം, എന്തിനാണ് ഞാൻ ഈ ഭൂമികയെ ഉപയോഗിക്കുന്നത്, ഈ പ്രകൃതി എന്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പ്രകൃതിയുടെ തന്നെ വളരെ ക്രിട്ടിക്കലി കാണുന്നവർക്ക് മാത്രം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ജലവും മണലും തമ്മിലുള്ള ഒരു ബന്ധം, ഈ നനവും ചൂടും തമ്മിലുള്ള ഒരു ബന്ധം. ഇത് രണ്ടും ഒരിടത്തു നിന്നാണ്. ഈ ജലത്തിൽ നിന്നാണ് ഈ മണലിനെ കോരിയെടുക്കുന്ന ഒരാള്. ആ മണലിന്റെ നനവും നഷ്ടപ്പെട്ട ഒരു വരണ്ട ഭൂമി അതേ കണ്ടന്റിൽ തന്നെയാണ് അയാൾ അനുഭവിക്കുന്നത്. അപ്പൊ ഇതൊരു ലൈഫിന്റെ ചേഞ്ചസ് ആണ്. നമ്മുടെ ഉള്ളിലും ഊഷരമാകുന്നതും നനവുണ്ടാക്കുന്നതും വരൾച്ച ഉണ്ടാക്കുന്നതുമായ ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുക, അതിനേക്കാളൊക്കെ അപ്പുറമാണ് നമ്മുടെ ഹ്യൂമൻ മൈൻഡ്. നമ്മുടെ ഈ ബോഡിയെക്കാട്ടും ഭയങ്കരമാണ് ഈ മൈൻഡ് എന്ന് പറയുന്ന ആ മൈൻഡാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മൈൻഡ് ഉള്ള ഒരാൾക്കാണ് അയാൾക്ക് എഡ്യൂക്കേഷൻ വേണമെന്നില്ല. എഡ്യൂക്കേഷൻ വേണമെന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു കുഞ്ഞാട്ടുംകുട്ടി അയാളുമായിട്ട് അയാളുടെ ആത്മാവിലെ തൊടുന്നത്, അയാളുടെ വേദനകളെ പങ്കുവെക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കോളക്കുപ്പി അയാളോട് ശബ്ദം ഉണ്ടാക്കുന്നതും അയാൾക്ക് കൂട്ടാവുന്നതും. അപ്പൊ അങ്ങനെ ഒരു വേറൊരു യൂണിവേഴ്സൽ തോട്ട് നമുക്ക് ഉണ്ടാക്കി ചിന്തിക്കാൻ പറ്റുന്നതുകൂടെയാണ് എന്റെ നറേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നത്. Bless you, there was a scene, ഒരു scene ഉണ്ടായിരുന്നു when he was about to leave our farm. He's saying goodbye to all the animals. I thought that was very touching. Like that also showed how it's almost like he's going to miss them. ഒരു Stockholm syndrome പോലെ, like he's almost attached to the animals. That scene was very interesting. Was it there in the book, and did you want that, like our connection? It's almost impossible, right? Like it's like saying goodbye to your kidnapper or saying I'll miss you to the kidnapper. Why would you do that? Our Stockholm syndrome. ഈ പുസ്തകത്തില് ആടുകളോട് യാത്ര പറയുന്നു എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. എഴുതി വെക്കാം, എന്തും എഴുതി വെക്കാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ ആടുകളെ കൊണ്ട് ബിഹേവ് ചെയ്യിക്കും? ബിക്കോസ് ലോകത്തിലെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അനുസരണയില്ലാത്തൊരു സാധനം ഈ ആടാണെന്ന് ഒട്ടും തലച്ചോറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളങ്ങനെ അപ്പൊ പട്ടി പൂച്ചയൊക്കെ നമുക്ക് കുറച്ച് ഇണങ്ങും, നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. മൃഗങ്ങളെ എല്ലാം എനിക്ക് തോന്നുന്നു എന്റെ ഫസ്റ്റ് ഷെഡ്യൂളില് സെക്കൻഡ് ഷെഡ്യൂളില് ഞാൻ ആദ്യമായിട്ട് ജോർദാനിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നിടത്ത് ഞാനൊരു ബോംബെ സർക്കസിന്റെ ഒരു ട്രെയിനറേയും കൊണ്ടൊക്കെയാ പോയത്. ബട്ട് പുള്ളി അതോടുകൂടി പരാജയപ്പെട്ട് സെക്കൻഡ് ഷെഡ്യൂൾ വന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ there's also saying that ഈ ഒരു മൂവി is Oscar worthy. It should actually, it's Oscar material. I mean, it's a different matter whether it gets selected and all that. നിങ്ങൾ അതും അങ്ങനെയല്ലല്ലോ. ഡു യു ഗൈസ് തിങ്ക് ഓഫ് അവാർഡ്സ്? ഇതൊരു അവാർഡ് ഫ്രണ്ട്ലി മൂവിയാണ്, ഓർ ഇറ്റ് വിൽ ഗോ ടു ഓസ്കേഴ്സ്? അങ്ങനെ ഒരിക്കലും ഒരു ഫിലിം ഞാൻ എന്റെ ഒരു സിനിമയ്ക്കും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. എനിക്ക് വളരെ ഈ സിനിമ റിലീസ് ചെയ്യുന്ന മാർച്ച് 28 നമ്മുടെ ടീമുകളെല്ലാം തിയേറ്ററിൽ പോയി. ഞാൻ ഇതുവരെ തിയേറ്ററിൽ സിനിമ പബ്ലിക്കിനോടൊപ്പം ഇരുന്ന് കണ്ടിട്ടില്ല. കാരണം സമയമില്ലല്ലോ, നാളെ പോണം എനിക്ക്. ഒരു ദിവസം ഫുൾ ഹൗസ് ആയിരുന്നു ഞാൻ പോയത്. അതെ. അപ്പോ അല്ല ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ ആൾക്കാർ എൻ്റെ അടുത്ത് ഫസ്റ്റ് ഡേ റെസ്പോൺസ് കഴിഞ്ഞപ്പോ ചോദിച്ചു എന്താണ് ഇപ്പോഴത്തെ ഒരു ഇമോഷൻ.
ഞാന് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് സിനിമയായല്ലോ, ഇതിപ്പോ നിങ്ങളുടെയും കൂടെ ആയല്ലോ. ഇത് എൻ്റെ മാത്രമായിരുന്നല്ലേ ഞങ്ങളുടെ മാത്രമായിരുന്നത്, ഇപ്പൊ നിങ്ങളുടെയും കൂടെ ആയല്ലോ എന്ന് പറയുന്നത് ഇതൊരു ഇതിന്റെ ഒരു ഫിലിം മേക്കിങ്ങിന് ഒരു ലാസ്റ്റ് ഡേ ഉണ്ടായല്ലോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞല്ലോ എന്ന് പറയുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. ആക്ച്വലി അത് ആ ഒരു ഇത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഈ ആടുജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വകാര്യതയിലല്ല, ഞാൻ എഴുതുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതല്ല, ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതല്ല. ഇറ്റ്സ് എ പബ്ലിക്കാണ് അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതിനെ ഓസ്കാറിനെ കുറിച്ച് സംസാരിക്കുന്നത് പബ്ലിക്കാണ് ആദ്യം. എന്നുവെച്ചാൽ നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഫിനാൻഷ്യൽ രീതിയിൽ നമുക്ക് അത് അത്രയൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് എന്ന് നമുക്കറിയാം, ഇന്നും അറിയാം. പക്ഷെ പബ്ലിക് പറയുന്നു, ഇത് അപ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും ചിന്തിക്കുന്നത് അങ്ങനെ ശ്രമിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ അത് ഒരു പബ്ലിക്കിന്റെ വിഷയമാണ്. I think Malayalam cinema generally ഭയങ്കര ഇപ്പം ഇൻട്രസ്റ്റ് ഉണ്ട്. ബിക്കോസ് അഗൈൻ നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ കുറെ ആമസോൺ ഓൾ ഓഫ് കം ഇൻ, പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ്. ഡു യു തിങ്ക് പണ്ട് മുതലേ നമ്മൾ നല്ല സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു? ഇത് ആദ്യമായിട്ടൊന്നും അല്ല ചെയ്യുന്നത്. സഡൻലി ദർ ഇസ് മോർ റെക്കനിങ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ദാറ്റ് ഇത്രയും മലയാളം സിനിമ, ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ബഡ്ജറ്റ്സ്? ഇത്രയും നല്ല ഓൺലി സ്റ്റോറീസ് മാത്രമാണ് നമ്മുടെ ഫോക്കസ്? ഇറ്റ്സ് നോട്ട് അബൌട്ട് സോങ്സ്, ബഡ്ജറ്റ്സ്? നമ്മൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് ഒരു വലിയ ഘടകം തന്നെയാണ്. ഇപ്പം സിനിമയ്ക്ക് ഇപ്പോൾ നമുക്ക് ഒരു കഴിഞ്ഞ 2-3 സിനിമകളായിട്ട് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കൊരു 100 crores എന്നൊക്കെ പറയുന്നത് നമുക്ക് എട്ടാവുന്നതാണ്. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു 100 കോടിയോ 200 കോടിയോ ഒക്കെ മുകളിൽ വന്നാൽ മാത്രമേ ഇത് ബ്രേക്ക് ഈവൻ ആകത്തുള്ളൂ. എന്ന് വെച്ചാൽ അത്രയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം മലയാളം പക്ഷെങ്കിൽ ഇതിന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ ലെവലിൽ നമുക്ക് ഓഡിയൻസ് നന്നായിട്ട് കാണുന്നു, ഒരുപാട് ആൾക്കാർ കാണുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ 100ഉം 200ഉം ഒക്കെ എത്തുന്നത്. ബട്ട് മറ്റു ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് ചിലപ്പം പൃഥ്വിരാജ് ഇതിനു മുമ്പ് അഭിനയിച്ച കാപ്പ എന്നൊരു സിനിമയും അതിനേക്കാൾ കുറച്ചുകൂടെ തരാമെന്ന് പറയുന്ന രീതിയിലായിരിക്കും ബിസിനസ് സംസാരിക്കുന്നത്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രയാസവും വിഷമം. അയ്യോ, അത് വിഷമം തന്നെയാണ്. പക്ഷെ താങ്ക് യു സോ മച്ച്. നിങ്ങളെ നല്ല മൂവി ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ഇമോഷണലി ടച്ചിങ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനത്തെ ഇവിടെ നടക്കാൻ പറ്റുന്ന ഒരു കുറെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ ജോലി നോക്കിയിട്ട്, അവർക്ക് എയർപോർട്ടിൽ വന്നാൽ എവിടെയാ പോണ്ടേന്ന് തന്നെ അറിയില്ല അവരുടെ. അപ്പം അത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നു. ഇപ്പൊ ഒരുപാട് സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ പോയാൽ കാണാറുണ്ട്, അവർക്ക് അറിയില്ല എവിടെയാ പോകുന്നതെന്ന്. കുറച്ചും കൂടി ബെറ്റർ, ഇപ്പം മൊബൈൽ ഫോൺസ് ഉണ്ട്, അതുകൊണ്ട് ഭേദമായിരിക്കും. പക്ഷെ എന്നാലും അങ്ങനെ അറിയില്ല. മേ ബി ഇറ്റ്സ് ചേഞ്ച്ഡ്. ഐ റിയലി ഹോപ്പ് ഇറ്റ് ഹസ് ചേഞ്ച്. പക്ഷേ ഈ സിനിമ നല്ലതായിരുന്നു. താങ്ക് യു സോ മച്ച്. 16 ഇറ്റ്സ് യുവർ ലേബർ ഓഫ് ലവ്. ശരിക്കും 16 കൊല്ലം യു പുട്ട് അസൈഡ്. It's there to see on the screen. It is very entertaining and also very touching. Thank you. Is there anything you want to add? We have 2 more minutes. Anything you want to say about the movie? I'm happy to put it. ഇത് എനിക്ക് ഒരു സിനിമയുടെ ഒരു പ്രവാസത്തിനെയോ മറ്റു കാര്യത്തിനേക്കാൾ നമ്മളൊരു സിനിമയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഒരു പ്രവാസം, പ്രവാസികളുടെ കഥ, അതിന്റെ അനുഭവങ്ങൾ. ഇപ്പൊ എനിക്കത് സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ മനുഷ്യരുടെയും അതിജീവനത്തിന്റെ കഥയാണ്. കാരണം ഇപ്പോഴത്തെ ഏറ്റവും ഇതുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും ലൈഫിൽ കിട്ടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഡിപ്രഷൻ, നഷ്ടബോധം, സൂയിസൈഡ് ടെൻഡൻസി എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിലാണ് ലാസ്റ്റ് ബ്രത്ത് വരെയും ജീവിതത്തിനോടുള്ള ഒരു കൊതിയും മോഹവും സൂക്ഷിക്കുമ്പോൾ ഇന്ന് സംഭവിച്ചതല്ല നാളെ സംഭവിക്കാനിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് ഈ സിനിമ കൊടുക്കുന്നത്. അല്ല പ്രവാസത്തിനേക്കാളും പ്രവാസിയുടെ അല്ലെങ്കിൽ മൈഗ്രേഷനെക്കാട്ടും ഒക്കെയുള്ള ഒരു വലിയൊരു അതിജീവനം എന്ന് പറയുന്നത് സാധിക്കുക എന്നുള്ളതാണ്. ഏത് സിറ്റുവേഷനിലും അതിനൊരു ഡെസേർട്ട് ആവണമെന്നില്ല, അതിന് മറ്റേതെങ്കിലും തൊഴിൽ മേഖലയാകണമെന്നില്ല, ഒരു ജയിലാവണമെന്നില്ല, അതിന് ചെറിയൊരു പരീക്ഷയായിരിക്കാം, ഒരു പ്രണയമായിരിക്കാം. ഇതിലൊക്കെ മനുഷ്യന് അതിജീവിക്കുക എന്ന് പറയുന്ന ജീവിതത്തിനോടുള്ള സൗന്ദര്യം
ജീവിതത്തിനോടുള്ള പ്രണയം, സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനായിട്ടുള്ള ഒരു വലിയ ഒരു സിനിമയായിട്ടാണ് എനിക്കിതിനെ It's നിങ്ങളടുത്ത് തരാനായിട്ടുള്ളത്. സത്യം